ബംഗ്ലാദേശ് വീണ്ടും കത്തുകയാണ്. തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഇടക്കാല സർക്കാരിന്റെ തലവൻ മുഹമ്മദ് യൂനസിന്റെ വസതിയിലേക്ക് ജനക്കൂട്ടം ഇരച്ചു കയറാൻ ശ്രമിച്ചിരിക്കുന്നു. ധാക്കയിൽ ഇപ്പോൾ നടക്കുന്നത് വെറും പ്രതിഷേധമല്ല, ഭരണകൂടത്തിന് നേരെയുള്ള പരസ്യമായ വെല്ലുവിളിയാണ്. ഷെയ്ഖ് ഹസീനയെ പുറത്താക്കി അധികാരം പിടിച്ചവർക്ക് ഇപ്പോൾ രാജ്യം തന്നെ കൈവിട്ടു പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇന്നലെ ഉച്ചകഴിഞ്ഞ് ധാക്കയിലെ അതീവ സുരക്ഷാ മേഖലയായ ജമുനയിൽ കണ്ടത് യുദ്ധസമാനമായ സാഹചര്യമാണ്. മുഹമ്മദ് യൂനസിന്റെ ഔദ്യോഗിക വസതി വളഞ്ഞ് അകത്തേക്ക് കടക്കാൻ ശ്രമിച്ചത് ഇൻകുലാബ് മോർച്ചയുടെ ആയിരക്കണക്കിന് പ്രവർത്തകരാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ബാരിക്കേഡുകൾ തകർത്ത് ജനക്കൂട്ടം മുന്നേറിയതോടെ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമായി. അക്രമകാരികളെ തുരത്താൻ പോലീസിനും പട്ടാളത്തിനും കണ്ണീർ വാതകവും സൗണ്ട് ഗ്രനേഡും ജലപീരങ്കിയും ഒക്കെ പ്രയോഗിക്കേണ്ടി വന്നു. ലാത്തി ചാർജിലും തുടർന്നുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. സ്വന്തം ഭരണാധികാരിയുടെ വീടിന് പുറത്തു പോലും സുരക്ഷയൊരുക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ബംഗ്ലാദേശിലെ ക്രമസമാധാനം തകർന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. പെട്ടെന്നുണ്ടായ ഈ പ്രകോപനത്തിന്റെ കാരണം എന്തെന്നാൽ ഉസ്മാൻ ഹാദി എന്ന പേര് തന്നെയാണ്. ഉസ്മാൻ ഹാദി എന്ന യുവാവ് വെടിയേറ്റ് മരിച്ചിട്ട് മാസങ്ങളായിട്ടും നീതി ലഭിച്ചിട്ടില്ല എന്നതാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആക്ഷേപം. ഇതിനൊപ്പം തന്നെ ശമ്പള കമ്മീഷൻ ശുപാർശകൾ നടപ്പിലാക്കാത്തതിൽ പ്രതിഷേധിച്ച് സർക്കാർ ജീവനക്കാരും തെരുവിലിറങ്ങിയിരിക്കുകയാണ്. അടുപ്പത്ത് കഞ്ഞിയില്ല, വയർക്കാലി, പിന്നെ എന്തിന് വികസനം എന്ന മുദ്രാവാക്യം മുഴക്കിയാണ് ജനം തെരുവിലിറങ്ങിയത്. ഇതിൽ നിന്ന് ഒന്ന് വ്യക്തമാണ്, വിപ്ലവം പറഞ്ഞ് അധികാരത്തിലേറിയ മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാരിന് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിറവേറ്റാൻ കഴിയുന്നില്ല. സാമ്പത്തികമായും ഭരണപരമായും രാജ്യം സമ്പൂർണ്ണ പരാജയത്തിലേക്ക് നീങ്ങുകയാണ്. ഇനി വെറും 5 ദിവസത്തിനുള്ളിൽ, അതായത് ഫെബ്രുവരി 12-ന് അവിടെ ദേശീയ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയാണ്. ഹസീനയ്ക്ക് ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ്. എന്നാൽ രാജ്യം മുഴുവൻ കലാപഭൂമിയായി മാറുമ്പോൾ എങ്ങനെ നീതിയുക്തമായ വോട്ടെടുപ്പ് നടക്കും? അവാമി ലീഗിനെ പോലെ പ്രധാനപ്പെട്ട പാർട്ടികളെ വിലക്കി തെരുവുകളിൽ അക്രമം അഴിച്ചു വിട്ടുകൊണ്ട് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് വെറുമൊരു പ്രഹസനമാകുമോ എന്ന ആശങ്ക അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയർന്നു കഴിഞ്ഞു. ഇന്റർനാഷണൽ ക്രൈസിസ് ഗ്രൂപ്പ് ഉൾപ്പെടെയുള്ളവർ തെരഞ്ഞെടുപ്പിന്റെ വിശ്വാസ്യതയിൽ ഇപ്പോൾ തന്നെ സംശയം പ്രകടിപ്പിച്ചു കഴിഞ്ഞു. നിലവിൽ ധാക്കയുടെ നിയന്ത്രണം ബോർഡർ ഗാർഡ് ബംഗ്ലാദേശ് ഏറ്റെടുത്തിരിക്കുകയാണ്. പ്രധാന കവലകളിലെല്ലാം തന്നെ പട്ടാളത്തെ വിന്യസിച്ചിട്ടുണ്ട്. എന്നാൽ ജനങ്ങളുടെ രോഷമണയ്ക്കാൻ തോക്കിനും ലാത്തിക്കും കഴിയുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ബംഗ്ലാദേശിലെ സംഭവ വികാസങ്ങൾ ഇന്ത്യയും അതീവ ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.